വീട്ടിൽ ചൊടിയും കുത്തിയിരുന്നപ്പോൾ അമ്മയ്ക്കും മോനും കൂടി ഒന്ന് പുറത്ത് ചുറ്റിക്കറങ്ങണം എന്ന് വെറുതെ അല്ല കാര്യമുണ്ട്. പിന്നെ ഇങ്ങോട്ടൊന്ന് സൂക്ഷിച്ചു നോക്ക്, എന്നാടെ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? മാറ്റമുണ്ട്. എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്തായാലും ഗേറ്റ് തുറക്കാൻ പോകുമ്പോൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നെച്ചോനെ കാണുന്നില്ല അല്ലേ. നെച്ചോടെ ഞങ്ങളെ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ അങ്ങോട്ട് പോയപ്പോൾ നെച്ചോടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആകെ സാഡായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇന്നെന്തായാലും പുറത്തേക്ക് പോകണമെന്നും ഉണ്ടായിരുന്നു. നീരവനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇല്ല പറഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടം. നെച്ചോനോടെ പോയി കളിച്ചോടാന്ന് പറഞ്ഞപ്പോൾ അവന് സങ്കടം വരും അത്രേ. എന്തായാലും ടാറ്റ പറഞ്ഞ വണ്ടി അങ്ങോട്ട് കയറ്റിടമ്മേ പറഞ്ഞ് ചെക്ക അവിടെ കാറി പൊളിക്കാട്ടോ. എനിക്ക് ഉണ്ടാ പറ്റണു. ഞാൻ സൈഡിലിട്ടിട്ട് വേഗം പോയി പൈസ എടുത്തു. വേഗം ഓടി വന്നിട്ട് പിന്നെ മീൻ മേടിക്കാൻ പോയി. ചേട്ടന്മാർ വാ മോളെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു മീനിന് വില കുറഞ്ഞു വന്നു. കത്തിക്കായിരുന്നു കേട്ടോ വില. ആകെ കിട്ടിയത് മാന്തള. അതും മേടിച്ചിട്ട് വേഗം തിരിഞ്ഞപ്പോൾ വലിയൊരു ഹോട്ടൽ. എന്നാൽ പിന്നെ ഒരു ബിരിയാണി കൂടെ മേടിക്കാൻ വെച്ചു. കയ്യിൽ പൈസ ഉണ്ടല്ലോ. അപ്പോൾ ഉണ്ട് ചെക്കന് പെപ്സി ആണെന്ന്. പെപ്സി ഒക്കെ കുടിക്കാറായി അവൻ. എന്തായാലും പറഞ്ഞു ഒരെണ്ണം കിട്ടി. അങ്ങനെ നമ്മൾ പൈസ ഒക്കെ കൊടുത്ത് അങ്ങോട്ട് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ വലിയൊരു പൊതി നമ്മളൊരു ഫുൾ ബിരിയാണി മേടിച്ചു. ആദ്യമൊക്കെ നമ്മൾ ഹാഫ് കഴിക്കാറുള്ളൂ. ഇപ്പോൾ ചെക്കനും വലുതായില്ലോ. അപ്പോൾ അതൊക്കെ കവറിൽ ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ തന്നെ ബഡ്ജറ്റ് ഫുഡ് കോർട്ടിക്കാണ് കേട്ടോ നമ്മൾ വന്നത്. നല്ല ഹോട്ടലും നല്ല പെരുമാറ്റമായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് വേഗം കിട്ടി. അതൊക്കെ സൈഡിൽ ഒതുക്കി വെച്ചു. നമുക്ക് KSKയിലേക്കും കൂടെ പോകാണ്ടായിരുന്നു. സെയിലായതുകൊണ്ട് നല്ല ബാഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സ്കൂൾ തുറക്കാറായല്ലോ. അപ്പോൾ അതൊക്കെ ചന്തം നോക്കിയിട്ട് പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് വേഗം വീട്ടിലേക്ക് വന്നപ്പോൾ ദാ വീണ്ടും നിച്ചു നമ്മൾ കാത്തിരിക്കാമെന്ന് നൗഷിതാത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും പോവാണേ. ടാറ്റ ബൈ ബൈ, സീ യു.